ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാട്ടാന ആക്രമണത്തിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാതെ മൃതദേഹം തിരികെ ഏറ്റെടുക്കില്ല എന്ന നിലപാട് വരെ നാട്ടുകാർ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കുട്ടിയുടെ ഭാവിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചു. ഇന്ന് ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ ഇപ്പോഴും കാട്ടാനകൾ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യനെല്ലി ടൗണിനോട് ചേർന്നാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയെ തുരത്താൻ RRT സംഘം ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെയും വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. മലയോര മേഖലയിൽ ആളുകൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ വലിയ നേർചിത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ന് രാവിലെയാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി സ്വദേശിയായ മാരി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകനെ സ്കൂളിൽ അയക്കാൻ പോകുന്നതിനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം ഈ കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാൻ ഇവർക്കായില്ല. സംഭവത്തിൽ അവർ അപ്പോൾ തന്നെ മരണം സംഭവിക്കുന്നു. മാരിയുടെ കുട്ടിക്ക് പരിക്കേൽക്കുന്നു. ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. മാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും തുടർ നടപടികൾക്കുമായി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലൊക്കെയായിരുന്നു നാട്ടുകാർ. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നത്. പിന്നീട് ചർച്ചകളെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കിയിലേക്ക് കൊണ്ടുപോകാൻ ജനങ്ങൾ സമ്മതിച്ചത്. ഞങ്ങൾ കൂടിയ ആലോചനയുണ്ട്. ഇവരെ 10 മിനിറ്റ് ഒരു അങ്കമുണ്ട്. അല്ല എന്നാലും വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് നമ്മൾ കണ്ടു. കാട്ടാന പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാതെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലേക്കും നാട്ടുകാർ വന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ ചികിത്സ, ഭാവി തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ ഒരു ഉറപ്പ് നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അങ്ങനെ പല പല ഘട്ടങ്ങളിലായി ആളുകളുടെ വലിയ പ്രതിഷേധവും സങ്കടവും ഒക്കെ നമ്മൾ കണ്ട ഒരു പകലാണെന്ന്. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 11-കാരനെ സംരക്ഷിക്കുമെന്ന് സർക്കാർ പിന്നീട് ഉറപ്പ് നൽകി. ഇതിനായി സഹായ പദ്ധതി തയ്യാറാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപരിഹാര തുക കൂട്ടുമെന്നും മന്ത്രി അറിയിച്ചു. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസം ഇപ്പോൾ ഒരു ദാരുണ സംഭവം നടന്നതിന് ശേഷം സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനും വലിയ പ്രതിഷേധങ്ങൾ വേണ്ടി വന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ മന്ത്രിയുടെ ഒരു തിരിച്ചറിവിൻ്റെ വാക്കുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട് എന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറയുകയാണ്. സംയോജിത പ്രതിരോധ സംവിധാനത്തിനായി നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറയുന്നു. അപകട ഇൻഷുറൻസ് ട്രിബ്യൂണൽ മാതൃകയിൽ നഷ്ടപരിഹാര പദ്ധതിക്കാണ് ആലോചന എന്നത് മന്ത്രി പറയുന്നു. മുൻകാലങ്ങളിൽ മതിയായ തുക വനം വകുപ്പിന് കിട്ടിയിട്ടില്ല. വകയിരുത്തിയ തുക പകുതി പോലും കിട്ടിയിട്ടില്ല. ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് 8 മണിക്ക് മുഖ്യമന്ത്രിയുമായി അടിയന്തര യോഗം ചേർന്ന് ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാക്കുമെന്നു കൂടിയാണ് വനമന്ത്രി വ്യക്തമാക്കിയത്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫണ്ട് തികയുന്നില്ല എന്ന കാര്യമാണ്. അതായത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തികയുന്നില്ല എന്നതാണ്. അതുതന്നെയാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നത്. ഈ ഘട്ടത്തിൽ അതിനെ പരിഹസിച്ചുകൊണ്ട് മുൻ മന്ത്രി രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനെ പരിഹസിച്ചാണ് മുൻ മന്ത്രി AK ശശീന്ദ്രൻ രംഗത്ത് വന്നത്. വന്യമൃഗശല്യം പരിഹരിക്കാൻ ഒറ്റമൂലിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിൽ നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ വനമന്ത്രി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. ഇതേ കാര്യങ്ങളാണ് താൻ നേരത്തെ പറഞ്ഞതെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. അന്ന് തന്നെ എല്ലാവരും വേട്ടയാടി. തന്നെ വിമർശിച്ചവർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണം. ഷിബു ബേബി ജോൺ ഉറങ്ങിയപ്പോൾ അല്ല, ഉണർന്നിരിക്കുമ്പോൾ തന്നെയാണ് ആന വന്നതെന്നും മുൻ വനം മന്ത്രി ഇന്ന് അതിൽ പ്രതികരിച്ചു. ശരിക്കും പറയേണ്ടത് ഷിബു ബേബി ജോൺ ഉറങ്ങിപ്പോയത് കൊണ്ടല്ല, ഉണർന്നിരിക്കുമ്പോൾ തന്നെയാണ് വന്യമൃഗങ്ങൾ വരുന്നതെന്ന് എന്നെപ്പറ്റി പറഞ്ഞവരാരോഗ്യമാണ്. ഷിബു ബേബി ജോണിനെ പറ്റി ഞാൻ എന്നത് പറയില്ല. കാരണം അദ്ദേഹം വന്നേ ഉള്ളൂ. അദ്ദേഹം പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു നല്ല മിടുക്കനായ മന്ത്രിയാവട്ടെ. അതിനേക്കാളുപരി മലയോര മേഖലയിലെ കർഷകർക്ക് ജീവനും സ്വത്തിനും ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കട്ടെ. എന്തായാലും മന്ത്രിക്ക് അത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവസരം മുൻ മന്ത്രി എന്ന നിലയിൽ AK ശശീന്ദ്രന് കിട്ടി എന്നതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല.
സംസ്ഥാനത്തെ ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകൾ. വർഷങ്ങൾക്ക് മുൻപ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ കാട് കടത്തിയപ്പോൾ മറ്റൊറ്റയാന്മാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ആനകളുടെ സാന്നിധ്യം എവിടെയെന്ന് അറിയുന്നതിന് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കാർഷിക ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുമെന്നും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ നടപ്പിലായില്ല. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കാട്ടാന ആക്രമണത്തിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആതിരപ്പള്ളി തൃശൂർ മേഖലയിൽ വീട്ടുപറമ്പിൽ ഇറങ്ങിയ ആനയെ ഓടിക്കുന്നതിനിടെ ആന ചവിട്ടിക്കൊന്ന് മരിച്ചത് മോഹൻ എന്ന 65 വയസ്സുകാരൻ. മെയ് 27-ന് കണ്ണൂർ അതിർത്തി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന ആക്രമിച്ച് ജീവൻ നഷ്ടപ്പെട്ടത് രാജേഷ് എന്ന 45 വയസ്സുകാരന്. മെയ് 26-ന് മേപ്പാടിയിൽ നടു റോഡിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് കൊല്ലപ്പെട്ടത് ജെസി എന്ന 45 വയസ്സുകാരി. പിന്നീട് മെയ് 24-ന് പെരുമ്പാവൂരിൽ പുഷ്പാങ്കരൻ എന്ന 45-കാരൻ വനവിഭവം ശേഖരിക്കാൻ പോയ വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനാണ്. അങ്ങനെ 5 ജീവനുകളാണ് 2 ആഴ്ചക്കിടയിൽ നഷ്ടമാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് മാരി എന്ന ഈ വീട്ടമ്മ. കാട്ടാന ആക്രമണം പരിശോധിക്കാൻ തൃശൂർ വാഴശാലിലെത്തിയ വനം മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ വഴിമുടക്കി കാട്ടാന വരുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിലേക്ക് പോവുകയായിരുന്ന വനമന്ത്രി ഷിബു ബേബി ജോണിന്റെയും സംഘത്തിന്റെയും വഴിമുടക്കിയാണ് ചാർപ്പയിൽ കാട്ടാനയെന്ന് നിന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ആനയെ തുരത്തിയ ശേഷമായിരുന്നു മന്ത്രിയും സംഘവും പിന്നീട് യാത്ര പുനരാരംഭിച്ചത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹന്റെ വീട് പിന്നീട് മന്ത്രി സന്ദർശിച്ചു. എന്തായാലും അന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്താൻ പോകുന്നു എന്ന കാര്യമാണ് പറയുന്നത്. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിച്ചാൽ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്നുകൂടി വനം മന്ത്രി ഷിബു ബേബി ജോൺ പറയുന്നുണ്ട്. നഷ്ടപരിഹാരം വേഗത്തിൽ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പറയുന്നു. ഒരു അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്താലോ മറ്റ് ധനസഹായം നൽകിയാലോ മാത്രം മതിയോ? വന്നു കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ഇടപെടലുകളാണ് വേണ്ടത്. അപകടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിരം വാഗ്ദാനമല്ലാതെ കൃത്യമായ ഇടപെടൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് അവരുടെ അവകാശവുമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട് എന്ന മന്ത്രിയുടെ വാക്കുകൾ തന്നെ കുറ്റസമ്മതമാണ്. ആ പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടത്. ആദ്യം പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഈ മറ്റ് ധനസഹായം നൽകി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നത് മാത്രമല്ല സർക്കാരിന്റെ കടമ. ആദ്യം അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.